ഹായ് ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്ന സിനിമയാണ് CIA കോമ്രേഡ് ഇൻ അമേരിക്ക. ഡയറക്ടറിന്റെ പേര് മാത്രം നോക്കി സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു ഡയറക്ടറാണ് അമൽ നീരദ്. അതുപോലെ യുവ നടന്മാരിൽ ഏറ്റവും ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ് DQ ആണെങ്കിൽ അന്ന് ചാർലി, കലി, കമ്മട്ടിപ്പാടം, ജോമോന്റെ സുവിശേഷം തുടങ്ങി തൊട്ടതെല്ലാം പൊന്നാക്കി ഹിറ്റടിച്ച് നിൽക്കുന്ന ഒരു സമയവും ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു ചിത്രം. ഹൈപ്പുണ്ടാവാൻ ഇതിൽ കൂടുതലൊന്നും ആവശ്യമില്ലല്ലോ. സിനിമയുടേതായി പുറത്തു വന്ന ടീസർ ആണെങ്കിൽ വൻ രോമാഞ്ചിഫിക്കേഷൻ തരുന്ന ഒരു ഐറ്റം കൂടി. പോരാത്തതിന് അതേ വർഷം വന്ന സിനിമകളാണ് ടൊവിയുടെ മെക്സിക്കനും നിവിന്റെ സഖാവും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലൊരു സിനിമ വരുന്നു, അതും ദുൽഖർ സൽമാൻ നായകനായ ഒരു സിനിമ വരുന്നു. ഇതെല്ലാം കൂടി ഒരു വലിയ ഹൈപ്പ് തന്നെ ഉണ്ടാക്കി സിനിമയ്ക്ക്. പക്ഷെ സിനിമ വന്നപ്പോൾ ഈ പ്രതീക്ഷയൊക്കെ ഒത്തതായിരുന്നു സിനിമ. എന്താണ് ഈ സിനിമയ്ക്ക് പറ്റിയത്? അമൽ നീരദ് സിനിമകളിൽ മാത്രമുള്ള ചില പ്രത്യേകതകളുണ്ട്. ഫ്രെയിംസ്, സ്ലോ മോഷൻ, നായകന്റെ അടിപൊളി ഇൻട്രോ, അതുപോലെ മഴ, ഫൈറ്റ്, ഗൺസ്, ടൈറ്റിൽ ട്രാക്ക്, അങ്ങനെ കുറെ പ്രത്യേകതകൾ ഉണ്ടാകാറുണ്ട്. ഇനി CIAയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കിടിലം മാസ് ഇൻട്രോയോട് കൂടി തന്നെയാണ് സിനിമ തുടങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ടൈറ്റിൽ ട്രാക്കും. അതുപോലെ നല്ല കിടിലം സ്ലോ മോഷനും ഫൈറ്റും ഫ്രെയിംസും ഒക്കെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. പോരാത്തതിന് മമ്മൂക്ക റെഫറൻസും ബിഗ് ബിയുടെ ഒരു മാസ് ഡയലോഗും കൂടി, അതും ദുൽഖർ പറയുന്നത് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ഇതൊന്നും കൊണ്ട് കഴിഞ്ഞില്ല. എന്തൊക്കെ ഉണ്ടായിരുന്നാലും സ്ക്രിപ്റ്റ് ശരിയായില്ലെങ്കിൽ കാര്യമൊന്നുമില്ല. സിനിമയുടെ ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ നായകന്റെ രാഷ്ട്രീയവും കുടുംബവും ചുറ്റുപാടും നായികയുമായുള്ള പ്രണയവും ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നീട് നായികയുടെ വീട്ടുകാർ അവളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും അവളുടെ കല്യാണം മറ്റൊരാളുമായി ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ നായകൻ അമേരിക്കയിലേക്ക് പോകുന്നു, അതും ഇല്ലീഗലായി മെക്സിക്കോ ബോർഡർ കടന്ന്. സെക്കൻഡ് ഹാഫിൽ ഈ യാത്രയാണ് കാണിക്കുന്നത്. അജിപ്പാൻ എന്ന കഥാപാത്രം ജീവൻ പോലും അപകടത്തിലാക്കി 4-5 ദിവസം മരുഭൂമിയിൽ കൂടെ നടന്ന് കാടും മേടും കയറി വെള്ളവുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് മെക്സിക്കൻ ബോർഡർ കടന്ന് ഇല്ലീഗലായി അമേരിക്കയിലെത്തുന്നു, നായികയെ കാണാൻ വേണ്ടി മാത്രം. മൊയ്തീനും അനാർക്കലിയും ഒക്കെ കാണുമ്പോൾ നായകനും നായികയും ഒന്നിക്കണമെന്ന് കാണുന്ന പ്രേക്ഷകരെല്ലാം ഒരുപോലെ ആഗ്രഹിക്കും. എന്നാൽ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇത്രയുമൊക്കെ റിസ്ക് എടുത്ത് അജിപ്പാൻ സാറയെ കാണാനായി അമേരിക്കയിലേക്ക് പോകണമോ എന്ന് പ്രേക്ഷകർ ഒന്ന് ചിന്തിക്കും. അവരൊന്നിക്കണമെന്നോ അമേരിക്കയിൽ പോയി കാണണമെന്നോ ഒന്നും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. കാരണം ഫസ്റ്റ് ഹാഫിൽ ഇവരുടെ പ്രണയം തന്നെ പ്രേക്ഷകർക്ക് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നല്ല. നാട്ടിലെ അത്യാവശ്യം മെയിനായിട്ടുള്ള ഒരു ചേട്ടനോട് ഒരു NRI പെൺകുട്ടിക്ക് തോന്നുന്ന പ്രണയം അത്രേ അജിപ്പാനും സാറയും തമ്മിലുള്ളൂ. നല്ലൊരു കല്യാണ ആലോചനയോ അല്ലെങ്കിൽ പാരന്റ്സ് ഒന്ന് മുഖം കറുപ്പിച്ചാലോ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രണയം. ഒടുവിൽ അത് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമയിൽ പ്രധാന പ്രശ്നമായി വന്നത് ഇത് തന്നെയാണ്. ഫസ്റ്റ് ഹാഫിലെ എന്തിനു വേണ്ടിയുള്ള ഒരു പ്രണയം. സെക്കൻഡ് ഹാഫിലെ ആ യാത്ര നല്ലതായിരുന്നു, പക്ഷേ അത് കുറച്ചുകൂടി ത്രില്ലിംഗ് ആക്കാമായിരുന്നു. അജിപ്പാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ യാത്രയൊക്കെ നടത്തുന്നതിനുള്ള കാരണം വളരെ നിസ്സാരമായി പോയി. ഒരു അമൽ നീരദ് സിനിമ എന്ന രീതിയിൽ ഈ സിനിമയെ നോക്കിയാൽ വലിയ നിരാശയാണ് ഉണ്ടാകുന്നത്. ഫ്രെയിംസും സ്ലോ മോഷനും ഒക്കെ നല്ലതായിരുന്നു, പക്ഷേ DQവിന്റെ കിടിലം ഇൻട്രോയും ഫസ്റ്റ് ഹാഫിലെ ഒരു ഫൈറ്റും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ എന്തിനു വേണ്ടി തിളച്ചൊരു സാമ്പാർ മാത്രമാണ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫും പകുതി വെന്ത പോലെയാണ് തോന്നുന്നത്. ആകെ മൊത്തത്തിൽ ഒരു ആവറേജ് സിനിമ മാത്രമായി ഒതുങ്ങി CIA.